നമ്മളെന്നെ ജയിക്കും. ഇത് നമ്മള് ഗ്യാരണ്ടി. കപ്പ് ഞമ്മക്കുള്ളതാ. അത് നമ്മൾ തന്നെ എടുക്കും. നോക്കിക്കോ. ഒരു ദിവസം ലീവ് തന്നിട്ട് എത്ര പെട്ടെന്നാണ് പോയത്. അല്ല, സാധനങ്ങൾ കൂടെ അതൊക്കെയല്ലേ ഉസ്മാനും പിന്നെ ദേവ ചേച്ചി അമ്മു ചേച്ചിയും കൂടി വരാറുന്നു. നമ്മളോടൊപ്പത്തിന് ഇവിടെ ഒക്കെ സെറ്റ് ആക്കാൻ പറഞ്ഞത്. അപ്പൊ ജോടെ ഇന്നടി അനുവാ. എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ബോർഡ് അടിപൊളിയല്ലേ. നമ്മളേതാ ടീമേ? അത് ഇന്നെ അറിയാൻ പറ്റും. ഇന്ന് ടോസ് ഇട്ടിട്ട് അറിയാൻ പറ്റും. ഫാസ്റ്റ് ഫുഡ് കിട്ടാൻ മതിയെന്നു. എന്നാ പിന്നെ പെട്ടെന്ന് പണി ചെയ്യും. ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ ഭയങ്കര പണിയാണ്. കുറെ ഉണ്ടാക്കേണ്ടി വരും. കേരള ഫുഡ് ആണെങ്കിലും ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും നമുക്ക് തന്നെ ഫസ്റ്റ്. ഒരല്ല ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരല്ലേ. ഒരല്ല ഉണ്ടാക്കും. അവർക്ക് ഫാസ്റ്റ് ഫുഡ് ഇട്ടാൽ അവർക്ക് തിന്നാനേ അറിയൂ, ഉണ്ടാക്കാൻ അറിയത്തില്ല. അല്ലവളെ 8 മണിക്കല്ലേ വരാൻ പറഞ്ഞേ. 8 മണി ആയില്ലേ. ഒരേ കൂടെ സാധനൊക്കെ കിട്ടിയില്ലേ വേണോ ഇങ്ങോട്ട് എത്താന്. അപ്പൊ ഇതിനും കൂടെ എത്തിക്കോളൂ. ഇനി മറ്റൊരു വന്നിട്ടും കൂടി ഉണ്ടാവില്ല അല്ലേ. ക്ലാര പെരിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചേർന്നില്ലേ ക്ലാര പേര് പെരിന്ന് താമസം മാറ്റി. ഇന്നലെ അമ്മയ്ക്ക് പിന്നെ ഉൾപ്പുണ്ടായതുകൊണ്ട് അമ്മ ഇവരെ പഠിക്കാനെ പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായതിന്റെ ഇടി കൂടി പിന്നെ അല്ല അതൊക്കെ ഉണ്ടായി മോളെ. ഏതായാലും അകത്തേക്ക് പോകാം. ഇനി അവരെക്കാൾ നമ്മുടെ ആളുണ്ടോ നോക്കട്ടെ. ഒന്ന് ജനയുടെ ട്വിൻ സിസ്റ്റർ, ഒന്ന് റോസി, ഒന്ന് ജൂലി, ഒന്ന് ക്ലാര, പിന്നെ കണ്ണാപ്പി, പിന്നെ ജനി. 6 പേര്. നമ്മൾ അവർ 5 പേരും, നമ്മൾ 2 പേരും. നമ്മള് അംഗബലം 7 ഉണ്ട്. അപ്പൊ പോയിന്റ്സ് കുറയില്ലേ? അതേലോ. അങ്ങനെ പോയിന്റ്സ് കുറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പോട്ടെ. വലിയ ഉപകാരമായിരുന്നു. ഇതിനൊന്നും ഒരു ഉപകാരമില്ല. ഉസ്മാനെ കുഴപ്പമില്ലെങ്കിൽ ഉസ്മാന് പോവാം. സത്യത്തിലും ഞാൻ പോവാണ്ടാ. സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടില്ലേ? അതൊക്കെ അവിടെ നമുക്ക് കൊണ്ടാ. നീ അങ്ങോട്ട് നിന്ന് കണ്ണാപ്പി തലക്ക് നിന്നു. എനിക്ക് നിന്റെ അടുത്ത് തന്നെ നിൽക്കണം. അതിന്റെ വാശിയാ. നീ എന്റേതല്ലേ കാരമോളെ. നീ എന്റേത് മാത്രം. എന്താ ക്ലാര? അല്ല എന്റെ ട്വിൻ സിസ്റ്റർ എന്നൊന്നും മിണ്ടാത്തെ. ആര്? അവളോ? അതെ. നിനക്കറിയാലോ അവള് ഭയങ്കര പഠിപ്പിയാ. അവൾ അങ്ങനെ ആരോടും മിണ്ടത്തില്ല. വീട്ടിൽ മാത്രം അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അവൾക്ക് സ്കൂളിൽ ഫ്രണ്ട്സും ഇല്ല. ഓ, എന്താ പേര്? എന്റെ പേര് ആനന്ദ്. നിങ്ങൾക്ക് എന്താ? കണ്ടില്ലേ, ഇതാണ് അവളുടെ അവസ്ഥ. കാണാൻ നിന്റെ മമ്മിയെ പോലെ തന്നെ. എല്ലാവരും പറയും നിന്നെക്കാളും കൂട്ട അവളാണെന്ന്. അത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും സങ്കടാവും. ജൂലി, എന്താടി? നിന്റെ സിസ്റ്ററിന് എന്നെ തീരെ പിടിച്ചില്ല നിന്നു. തുറക്കി നോക്കുന്നു. അവളൊരു പാവാടി. വീട്ടില് ഭയങ്കര പാവാ. സ്കൂളിൽ അവർക്ക് എല്ലാവരോടും ദേഷ്യ. അവളങ്ങനെ ഒന്നിനും നിൽക്കാറില്ല. ഇതിപ്പോ നമുക്ക് മെമ്പേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വന്നതാ. മമ്മിക്കാണെങ്കിൽ വേറെ ആരെയും പറ്റുന്നുമില്ല. മമ്മിക്ക് പിന്നെ ഞങ്ങളുടെ ടീം ജയിക്കണം എന്നാണ്. മമ്മി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ജെന്നിക്കും ക്ലാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരല്ലേ ഇപ്പത്തെ മെയിൻ വില്ലന്മാർ. പ്രൈസ് നമുക്ക് ഉറപ്പല്ലേ? പിന്നെ അല്ല, ഞാൻ പറഞ്ഞ റെസിപ്പിക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇച്ചാപ്പി, നീ കൊളാക്കരുത് കേട്ടോ. നിനക്ക് മറവിലൊക്കെ ഓവർ ആയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇതിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേരള സ്റ്റൈൽ ഫുഡാണ് കിട്ടിയത്. അതെ, ആ ജെന്നിയുടെ മമ്മി കളിച്ചതാ. അവർക്ക് തന്നെ കിട്ടി ഫസ്റ്റ് ഫുഡ്. വെറുതെ അല്ല ചേച്ചി, കണക്ക് കൂട്ടി ആദ്യം തന്നെ കേരള സ്റ്റൈൽ ഫുഡിന്റെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചത്. എനിക്കറിയാം നമുക്ക് എന്തായാലും ആരും വിധിച്ചിരിക്കുന്നത് കേരള സ്റ്റൈലാ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും എത്തിയോ? യെസ് മാം, എല്ലാവരും എത്തി. ഓക്കെ, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവാൻ പോവാണേ. പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചോളൂ. ഓക്കെ മാം. എനിക്ക് പണിയുന്നില്ലേ? അവിടെ നിൽക്ക് പാത്തു. മിക്സ് വരട്ടെ, എന്നിട്ട് പണി തരാം. ഓക്കെ. എടി നല്ല പോലെ റെഡി. ഞാൻ ഒരാളെ തക്കാളി വരുമ്പോഴത്തേനെ അവരുണ്ടാക്കാനൊക്കെ കഴിയും. ഒരു ഫാസ്റ്റ് ഫുഡാണ്. നിങ്ങൾ എന്താ സ്റ്റാർട്ട് ചെയ്യാത്തെ? മമ്മി വരുന്നല്ലോ മാം. മമ്മി വരട്ടെ. ഇപ്പോഴും സാധനങ്ങളൊക്കെ നിങ്ങൾ മമ്മി കൊണ്ടുവന്നില്ലേ? ഇല്ല മാം. മമ്മി ഫ്രോസൺ അല്ല, സോറി, മമ്മി സാധനങ്ങൾ വാങ്ങാൻ പോയതാ. എന്താ ഫ്രോസൺ? അങ്ങനെ പറഞ്ഞല്ലോ. ഫ്രോസൺ ചിക്കൻ ഒന്നും പറ്റില്ല കേട്ടോ. ഇല്ല മാം, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് 2 hours നീട്ടി 3 hours ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലോ, ഇവർ കുക്കിംഗ് തുടങ്ങി. നിങ്ങൾ ഇപ്പോഴും തുടങ്ങിയില്ല. അല്ല മാം, ആരാ ഈ വിധി പ്രഖ്യാപിക്കാൻ വരുന്നേ? അത് സസ്പെൻസാ. നമുക്ക് പെട്ടെന്ന് പണി ചെയ്തായിട്ട് പാട്ട് പാടിയാലോ? അത് നന്നായിരിക്കും. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടേ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. ഇനി പാർക്കുട്ടി ഒറ്റയ്ക്കൊരു പാട്ട് പാട്. മികച്ച പാട്ടുകാരി നമ്മുടെ സ്വന്തം പാത്തുവാണ്. പാത്തു പാട്ട് പാടൂ. ഞാനിവിടെ മിക്സി അരക്കുകയാണ് സുഹൃത്തെ. എങ്ങനെ ഞാൻ പാട്ട് പാടും? മിക്സി കൈകൊണ്ടല്ലേ അരക്കുന്നത് പാത്തു. പാട് പാത്തു. അമ്പലിച്ചേലുള്ള ഇമ്പമനമുള്ള. ഈ പാട്ടിന് നീ എപ്പോഴും പാടാറ്. മാറ്റി പിടിക്ക് പാത്തു. വേറെ എന്തെങ്കിലും പാട്ട് പാടേ. എന്നാ വേറെ പാട്ട്. മന്ദാരിപ്പൂവേ കണ്ണാടി കൈവര നോക്കിയതാരോ, എല്ലാരും കാവിൽ നിന്നോമൽ കാര്യം കിന്നാരം പോലെ നീ ചൊല്ലിയതാരോ, അങ്ങാടി തെന്നലേറി മെല്ലെ അമ്മനം കാണാനേറെയായി ഉള്ളിനുള്ളിൽ മഞ്ഞ് വീശും നല്ല കാലം കാണാൻ
പുള്ളിമായിനെ കണ്ണിടാതെ വാ. എനിക്ക് ബാക്കി അറിയാം. ഞാൻ കുറെ ഉണ്ടാക്കിയപ്പോ ആൾക്ക് ശരിക്കും പാട്ട് അറിയും കൂടി ഇല്ല. ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പാട്ട് പാടിയതാണ്. ഇനിയിപ്പോ അതൊന്നും പറയേണ്ട പാത്തോ, നീ നന്നായിട്ട് പാടി. പാട്ടൊക്കെ പാടി പെട്ടെന്ന് ചെയ്തോട്. 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ 1 മണിക്കൂർ എക്സ്ട്രാ. അതെന്തിനെന്നറിയോ? നമുക്ക് ഈ വിഭവങ്ങളെ കുറിച്ച് ടീച്ചറിന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കേരള സ്റ്റൈൽ വേഷമൊക്കെ ഇടണം. അതാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിന് പറഞ്ഞ. മനസ്സിലായോ? എത്ര വിഭവങ്ങൾ ഉണ്ടാക്കണം? മിക്കവാറും ഒരു 6-7 വിഭവങ്ങൾ വേണ്ടി വരും. എടി, ഇതെപ്പോഴും ഈ പരിപ്പൊന്ന് വേവുക. എത്ര നേരം നമ്മൾ വേവിക്കുന്നു? ഓ, ഇതിന് മുന്നിൽ മാറി ഇത് കരിഞ്ഞു പോടി. നിന്നെ ഇവിടെ ഞാൻ നിർത്തിയത്. ഇങ്ങോട്ട് നോക്കി, ഈ സാമ്പാർ തിളക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാം. മുരിങ്ങ കുമ്പയ്ക്ക് വേണം. അതൊക്കെ പുഷ്പം കൊണ്ടുവരുമായിരിക്കും. ഞാൻ കുറെ സദ്യക്കുള്ള സാധനങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. എനിക്കറിയാം ഇവിടെ എത്തി നോക്കിയാൽ മാറുന്നത്. ഞാനും ചിക്കൻ എടുത്തിട്ടില്ലായിരുന്നു. അത് നന്നായി. അല്ലെങ്കിൽ അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ടത്. ചിലപ്പോ ഇവിടെ ഇരുന്ന് കേടുവരെയും ചെയ്യും. എടി, വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്നു. എടി നോക്കടി, ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിയാലേ നമുക്ക് അടുത്ത വിഭവം ഉണ്ടാക്കാൻ പറ്റും. ആകെയുള്ള ഒരൊറ്റ ഗ്യാസാ. സോറി, സ്റ്റൗ. ഈ 2 സ്റ്റൗ വെച്ച് നമ്മൾ എങ്ങനെ ഇത്ര ഒരു വിഭവങ്ങൾ ഉണ്ടാക്കും? നീ നോക്ക്, ഇവരുടെ മോത ശരി കണ്ടത് ഫസ്റ്റ് അടിക്കുന്നത്. ഇത് എത്ര പോലെ കഷ്ടപ്പെടുന്ന അവർക്കറിയില്ല. അതൊക്കെ കഷ്ടപ്പെടുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പത്തെ ആരും മടുത്തിട്ടുണ്ടാവില്ല അതിനോ. ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒത്തുപിടിച്ചാൽ മലയും പോരും. കൂട്ടുകാരോട് വെച്ച് നിന്നാൽ മലയും പോരും. അത് പുതിയതാണല്ലോ. ശരിക്കും അതാടി ഇതിന്റെ അർത്ഥം. പെട്ടെന്ന് അടിയ നോക്കും. പാത്തു, അതരച്ചു കഴിഞ്ഞാൽ അടുത്ത തേങ്ങ അരക്കണേ. ഓക്കെ ചേച്ചി, ഇത് അരഞ്ഞു വരുന്നില്ല. ഈ മിക്സിക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ മിക്സിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ചെയ്തോളൂ. എത്ര മിനിറ്റ് ചേച്ചി? 5 മിനിറ്റ് പോലും കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളോ? ഞങ്ങൾ അതെ ആരപ്പോ ഞങ്ങൾ കുട്ടികളെന്ന് വിളിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എത്ര സന്തോഷം. ഇത് കുറച്ച് മെനക്കെട്ടുള്ള പണിയല്ലേ? എല്ലാത്തിനും മുഖത്ത് ഭയങ്കര ചിരിയാലോ. എന്താ നിനക്ക് എത്ര ചിരി? ഇത് സന്തോഷമല്ലേ? ഇന്ന് അവർ തോക്കി അവർ ലാക്കിയാൽ കുക്ക് ചെയ്യാറിയോ? ഇവിടെ ചേച്ചി അമ്മൂനെങ്കിലും കുക്ക് ചെയ്യാറിയോ? അപ്പൊ എന്താടി എനിക്കറിയില്ലേ? ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. നല്ല ഉപ്പ് കൂടിയ കറി വെക്കാനും നല്ല എരിവ് കൂടിയ കറി വെക്കാനും. നീ പോടി, ഇന്ന് ഞാൻ കഴിവ് തെളിയിക്കും. ഇന്ന് എന്റെ അമ്മൂന്റെ സഹായത്തോടെ ഞാൻ ഒരുപാട് നല്ല കറികളുണ്ടാവും. ഞാനെന്നലെ യൂട്യൂബിൽ നോക്കി എത്ര റെസിപ്പി പഠിച്ചെന്നറിയോ? എത്ര ചേച്ചി? 1, 2 നിങ്ങൾക്ക് ഞാൻ നല്ല പഠിപ്പിച്ചു നേടി. നിങ്ങൾക്ക് എവിടെയായിരുന്നു? എന്തൊക്കെ നിങ്ങൾ പറയുന്നേ? ഇന്നലെ ഇരുന്ന് ഞാൻ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാ. എന്നാൽ നന്ദിയില്ല. ഞങ്ങളുടെ കട്ടയിൽ വരുത്തിയുള്ളൂ. ഉണ്ടാക്കാതെ നിങ്ങൾ 2 പേരും ചെയ്താൽ മതി. എന്റെ പേരല്ല, നമ്മൾ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും പണിപ്പിച്ചെന്ന. അതാണ് എന്റെ പേര്.